എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയുടെയും സ്പോർട്സ് കോട്ടയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റായിട്ടുള്ള VHSCAP വഴി VHSCAP വെബ്സൈറ്റിലൂടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു പാസ്വേഡും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, അതെങ്ങനെ നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുമെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പല വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് പാസ്വേഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്നിങ്ങനെ കാണുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സ്പോർട്സ് കോട്ടയുടേതാണോ അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയുടേതാണോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്പോർട്സിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ യൂസർ നെയിം റിക്കവർ ചെയ്യാനായിട്ട് ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ സ്പോർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയുടേതാണെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിൻ്റേതാണ് അറിയേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ മെറിറ്റ് കോട്ടയുടേതാണ് കാണിക്കുന്നത്. ഇത് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നൽകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കാണിക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് മറ്റ് സ്പോർട്സ് കോട്ടയുടെയും ഈ രീതിയിൽ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെറ്റ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു പേജിൽ സ്കീം കാണാൻ സാധിക്കും. സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു, അതായത് ഈ വർഷം SSLC പാസ്സായവരാണെങ്കിൽ 2023-24, മുൻ വർഷങ്ങളിൽ SSLC പാസ്സായവരാണെങ്കിൽ ഈ ഒരു 2007-23, THSLC, IHRD, CBSE, ICSE അതർ, അതുപോലെ തന്നെ THSLC, ഇതിൽ ഏതാണോ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വർഷം പാസ്സായ ഒരു വിദ്യാർത്ഥിയുടേതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഈ ഒരു മന്ത് ഓഫ് പാസ് നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടായിരുന്നോ അല്ലെങ്കിൽ അക്ഷയ വഴിയായിരുന്നോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സെൽഫ് സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ്, അല്ലെങ്കിൽ സ്കൂൾ വഴി ആണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക്, അതർ ആണെങ്കിൽ അതർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അക്ഷയ വഴിയാണെങ്കിൽ അതറായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ക്യാപ്ച പറഞ്ഞുകൊണ്ട് കാണാം, അത് കുറച്ച് നമ്പേഴ്സ് കാണാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു എൻ്റർ ദ ക്യാപ്ച എന്നുള്ള ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരു OTP ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്തതായിട്ട് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ പേജിലേക്ക് എത്തും. ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും കറക്റ്റ് ആക്കി വെക്കുക. അതിനുശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ സെൻഡ് OTP ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറിൽ, അത് ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിലേക്ക് നിങ്ങളുടെ OTP ഇവിടെ ആ ഒരു പേജിലേക്ക് വരും. അപ്പോൾ സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP നമ്പർ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് ഏതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കാണാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് പാസ്വേഡ്, ഏത് പാസ്വേഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്തതെങ്കിൽ അക്ഷയ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് തന്നിട്ടുണ്ടാവും. ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക, അതായത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതിനുശേഷം മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള ക്യാപ്ച കോഡ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് OTP നൽകാനുള്ള ഭാഗം കാണാൻ പറ്റും. അതിൽ OTP കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡും വീണ്ടും പാസ്വേഡ് നൽകുന്നതിനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ്, അത് പുതിയ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാനുമുള്ള രീതി എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.